ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചിന്നാർ വ്ലോഗിൻ്റെ പുത്തൻ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ സൺഡേ സ്പെഷ്യൽ കുക്കിംഗ് വീഡിയോ ആയിട്ട് ഞങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് നമുക്ക് ചേട്ടാ ചോദിച്ചു നോക്കാം. ചേട്ടാ, ഇന്ന് എന്താ സ്പെഷ്യൽ ഉണ്ടാക്കാൻ പോകുന്നത്? നമ്മൾ ഇടുക്കി സ്റ്റൈലിൽ നാടൻ താറാവ് കറി. അപ്പോൾ ഇടുക്കി സ്റ്റൈൽ നല്ല നാടൻ താറാവ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പ്രേഷനിലേക്ക് നമുക്ക് പോയിട്ട് വരാം സുഹൃത്തുക്കളെ. നമ്മൾ നല്ല പ്രകൃതി രമണീയമായ സ്ഥലത്താണ് നമ്മൾ സാധനം ചെയ്യാൻ നല്ല നാടൻ രീതിയിൽ. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിക്കുകയാണ്. ചുമന്നുള്ളി കുറച്ച് കൂടുതൽ ഇട്ടോ. വെളുത്തുള്ളി, പച്ചമുളകാണ് നമ്മൾ മെയിനായിട്ട് എരിവിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ പച്ചമുളകാണ് എല്ലാം വരണ്ട് വരുന്നത്. നമ്മൾ ഇടുക്കി സ്പെഷ്യൽ ഉണ്ടാക്കുന്നുണ്ട്. എല്ലാം ഇച്ചിരി സ്പൈസി ആയിട്ടായിരിക്കും ഇടുക്കിക്കാർക്കുള്ളത്. അതുകൊണ്ട് നമ്മൾ ഇച്ചിരി എരിവൊക്കെ കൂട്ടിയാണ് ഉണ്ടാക്കുന്നത്. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം വഴണ്ടു വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് സവോള ഇടാം. സവോള വരണ്ടു വരാനുള്ള ഉപ്പും കൂടി ഇടാം. നമുക്ക് കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട്. മറ്റേ താറാവിനും കൂടെ വേണ്ടിയിട്ടുള്ളത്. അതിക്ക് ആവശ്യമുണ്ടോ എന്ന് നോക്കിയിട്ട് പിന്നെ ഇടാം താറാവിന്. സവോള വരണ്ടു വന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം. ഇതിൻ്റെ അകത്ത് നമ്മൾ പച്ചമുളക്, ചുമന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇത്രയും സാധനം അരച്ച് ചേർത്ത സാധനമാണ്. നമുക്ക് പൊടികളിടാം. പൊടികളിടുന്നതിന് മഞ്ഞൾപ്പൊടി കുറച്ച് കൂടുതലിട്ട്, മറ്റും മുളക് പൊടി നമ്മൾ കുറച്ച് ഉപയോഗിക്കുന്നുള്ളൂ. പച്ചമുളകിൻ്റെ എരിവാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇതിനകത്ത്. അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. അതിന് ശേഷം ബാക്കി മസാലകൾ ഉപയോഗിക്കാം. ബേ ലീഫാണ്, ഒരു പീസ് കറുവപ്പട്ട, തക്കോലം, പെരുംജീരകം, കുരുമുളക് കുറച്ചിട്ടാൽ മതി കേട്ടോ. മറ്റു ബാക്കിയുള്ള മസാലകളിടാം. മുളക് പൊടി കാശ്മീരിയാണ്, കുറച്ചിട്ടാൽ മതി. നമ്മൾ പച്ചമുളകിൻ്റെ എരിവാണ് ഉപയോഗിക്കുന്നത്. അര സ്പൂൺ ഇട്ടിട്ടുള്ളൂ. പിന്നെ മല്ലിപ്പൊടി ഒരു 3 സ്പൂൺ ഇടാം. പിന്നെ കുരുമുളക് പൊടിയും കുറച്ച് മതി. നമ്മുടെ പച്ചമുളകിൻ്റെ എരിവുള്ളത് കൊണ്ട് കുരുമുളക് പൊടി ഒരു 1/4 സ്പൂൺ. കറിവേപ്പില, അപ്പോൾ നമ്മുടെ മസാലയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമ്മുടെ താറാവിനിടാം. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന താറാവിന് മസാലയ്ക്കകത്തേക്ക് ഇട്ട് ഇളക്കി മിക്സ് ചെയ്ത് ഇറച്ചിയിലെ മസാലയൊക്കെ പിടിപ്പിക്കാം. നമുക്ക് ഈ താറാവിനെ മൂടി വെക്കാം. അതിൻ്റെ അകത്തെ വെള്ളം ഇറങ്ങാൻ നോക്കാം. അപ്പോൾ ഇതിൽ വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമ്മൾ 2-ാം പാൽ ഒഴിക്കുകയാണ്. മൂന്നാം പാൽ. 3-ാം പാലിൻ്റെ കൂടെ കുറച്ച് ഉരുളക്കിഴങ്ങ്, കിഴങ്ങ് ആവശ്യക്കാരിട്ടാൽ മതി. കിഴങ്ങിടുന്നത് വറുത്തിടുന്നത് കുറച്ചും കൂടെ നന്നായിട്ടുണ്ടാവും. നമുക്കിനി വെള്ളം പറ്റാൻ വേണ്ടി ഇതങ്ങ് മൂടി വെക്കാം.
അപ്പോൾ ചേട്ടാ നമ്മൾ രണ്ടാം പാൽ ഇപ്പോൾ ഒഴിക്കണോ? രണ്ടാം പാൽ ഒഴിക്കാം. നമ്മളവിടെ മൂന്നാം പാലൊക്കെ ഒഴിച്ചത് വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്ത് രണ്ടാം പാൽ ഒഴിക്കാൻ പോവാം. രണ്ടാം പാൽ ഒഴിക്കാം കേട്ടോ. ഒരു തേങ്ങയുടെ പാലാണ് എടുത്തേക്കുന്നത് കേട്ടോ, ഒറ്റ തേങ്ങയുടെ പാല്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഒന്നാം പാൽ ഒഴിക്കാം. ഒന്നാം പാൽ ഒഴിച്ച് തിളപ്പിക്കരുത്, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. അപ്പോഴത്തേക്ക് നമ്മുടെ നാടൻ താറാവ് കറി റെഡി, ഇടുക്കി സ്റ്റൈൽ. ഇതിലേക്ക് കടുക് പൊട്ടിച്ചിടാൻ പോകും. സുഹൃത്തുക്കളെ, നമ്മുടെ ഇടുക്കി സ്റ്റൈൽ താറാവ് കറി ഇവിടെ, നാടൻ താറാവ് കറി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിത് തേങ്ങാപ്പാലെല്ലാം ഒഴിച്ച് നല്ല സെറ്റപ്പായിട്ട് കറിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചേട്ടായി നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. നമുക്ക് നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ. ഇതിൻ്റെ മണം ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഒരു ചെറിയ കഷ്ണം എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ സാധനം, നല്ല എരിവുണ്ട്. ആ പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. എല്ലാം കൊണ്ടും നല്ല സൂപ്പറാണ്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് അപ്പത്തിൻ്റെയും ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു താറാവ് കറിയാണിത്. അപ്പോൾ ഏകദേശം ഒരു 3/4 മണിക്കൂർ കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ കൂടെ അമർത്തുവാണെങ്കിൽ ഞങ്ങൾ ഇടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ ഞങ്ങളുമായിട്ട് സഹകരിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞായറാഴ്ച നമുക്ക് കാണുന്നവരെ